ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റിലെ മെയിൻ ഐറ്റമായിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ അൺസോൾട്ടഡ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ പനീറും കൂടെ ഇട്ട് വഴറ്റിയെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് സെയിം പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വലിയായിട്ടൊന്ന് വഴറ്റണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അത് ആറുന്ന സമയം കൊണ്ട് ഞാൻ വെളിയിൽ പോയി മല്ലിയില എടുക്കാൻ പോയി കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മല്ലിയിലയും പച്ചമുളകും ഒക്കെ കിട്ടുന്നത് കൊണ്ട് ഇത് എളുപ്പമാണ്. ഇനി അടുത്ത സെറ്റ് വഴറ്റാനുള്ള ഐറ്റംസാണ് ഞാനിപ്പം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ചെറിയ ഒരു വലിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും അങ്ങനെ എല്ലാം വളരെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അത് കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് അതിലോട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ അകത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പിനും മുളക് പൊടിക്കൊക്കെ ഒരു കണക്ക് വേണം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. കാരണം പലതായിട്ടാണല്ലോ നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇനി ഇത് വഴന്ന് വരുമ്പോഴത്തേക്കും അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് മുമ്പേ അരയ്ക്കാൻ വെച്ചിരുന്നത് ഞാൻ അരച്ചായിരുന്നു. അപ്പോൾ അത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക കേട്ടോ. ഇതിനകത്ത് എനിക്കൊരു ഉപ്പിൻ്റെ കുറവ് ഇച്ചിരി ഫീൽ ചെയ്തുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ എന്തിൻ്റെയിലൊക്കെ കുറവ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗരം മസാലയും കൂടി ഇട്ടിട്ട് പനീറും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിന്ന് പെയർ ചെയ്യുന്നത് ഗോതമ്പ് പൊറോട്ടയുടെ കൂടെയാണ്. അപ്പോൾ അതും പനീർ ബട്ടർ മസാലയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. വറ്റിക്കാം.